السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. സൂറത്ത് യാസീനിലെ 12 ആയത്തുകളാണ് കഴിഞ്ഞ അവസരങ്ങളിലൂടെയായി നമ്മൾ മനസ്സിലാക്കിയത്. 13 മുതൽക്കുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് ഗ്രഹിക്കുവാനും പഠിക്കുവാനുമുള്ളത്. അറേബ്യൻ മുശ്രിക്കുകളുടെ ദുരവസ്ഥ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്ത് തന്നെ ദൃഷ്ടാന്തങ്ങൾ കേട്ടാലും അവർ വിശ്വസിക്കാത്ത ഒരു വിഭാഗമായി മാറി. അവരുടേതായ ദുശ്ശാഠ്യവും അതുപോലെ തന്നെ നന്മകൾ കാണുവാനുള്ള മനസ്ഥിതിയില്ലായ്മയും അവരെ വലിയ രൂപത്തിലുള്ള അഹങ്കാരികളാക്കി മാറ്റിയെന്ന് മാത്രമല്ല, എത്ര തന്നെ ഉത്ബോധനങ്ങൾ അവർക്ക് നൽകപ്പെട്ടാലും അതിനെയെല്ലാം അവഗണിക്കുന്ന ഒരവസ്ഥയിൽ അവരെത്തി എന്ന് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതായത് ഇപ്രകാരം പ്രവാചകന്മാർ വന്നിട്ട് ആ പ്രവാചകന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങളെ ചെവിക്കൊള്ളാതെ തള്ളിക്കളയുകയും അങ്ങനെ തള്ളിക്കളയുന്ന ഒരു ഏർപ്പാട് ഇത് ഒരു പുതിയ സമ്പ്രദായമൊന്നുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ രംഗം കൂടിയാണിത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യൻ ജനതയോട് വളരെ ആത്മാർത്ഥമായി ഇസ്ലാമിൻ്റെ തൗഹീദും ഇസ്ലാമികമായ തത്വങ്ങളും ഇസ്ലാമിൻ്റെ സുന്ദരവും ലളിതവുമായ വിശ്വാസ ധാരയിലേക്കുള്ള ക്ഷണവും ഇസ്ലാമിൻ്റെ ഉന്നതമായ സംസ്കാരവും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടും ആ ജനത വിശ്വസിക്കാതെ ദുശ്ശാഠ്യക്കാരായി പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മനസ്സിനത് വല്ലാത്ത വിഷമമുണ്ടാക്കിയിരുന്നു എന്ന് കഴിഞ്ഞ ആയത്തുകൾ വിശദീകരിച്ചപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഇതേപോലെയുള്ള ദൂതന്മാർ വന്നിട്ട് ആ ദൂതന്മാരെ കളവാക്കുന്ന സമ്പ്രദായം മുഹമ്മദ് നബിയെ നിങ്ങൾ വന്നപ്പോൾ മാത്രമുള്ളൊരു ഏർപ്പാടല്ല. മുൻ ജനതകളും അവരുടെ കാലഘട്ടങ്ങളിൽ അവരെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകന്മാർ വന്നപ്പോൾ
ആ പ്രവാചകന്മാരെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന അവസ്ഥ മുമ്പുമുണ്ടായിട്ടുണ്ട്. അങ്ങനെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത ജനതക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനകഠോരമായ ശിക്ഷ മുഖേന ആ രാജ്യക്കാരെ തകർത്ത് നശിപ്പിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ അറേബ്യൻ ജനതക്കും ഒരു പാഠമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തുടർന്നുകൊണ്ടുള്ള ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ്, അവർക്ക് ഒരു നാട്ടുകാരുടെ ഉദാഹരണം അവർക്ക് വിവരിച്ചു കൊടുക്കൂ നബിയെ. ആരാണ് ആ നാട്ടുകാർ? ഇവരെ പോലെയുള്ളൊരു നാട്ടുകാരായിരുന്നു അവരും. ആ നാട്ടുകാരിലേക്ക് ഇവർക്ക് നബി വന്നതുപോലെ ആ നാട്ടുകാർക്കും നബിമാര് വന്നു. എന്നിട്ട് അവരെ തൗഹീദിലേക്ക്, ഇസ്ലാമികമായ സംസ്കാരത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ആ ജനത കളവാക്കുകയല്ലാതെ ഒരിക്കലും പ്രവാചകന്മാരുടെ സതുപദേശങ്ങൾക്ക് കാതുകൊടുത്തില്ല. അതുകൊണ്ട് എന്തേ സംഭവിച്ചത്? ആ നാട്ടുകാരെ അള്ളാഹു നശിപ്പിച്ചു. ഇവർക്കും അതിൽ പാഠമുണ്ട് എന്നവർക്ക് ഉദാഹരണ സഹിതം ആ നാട്ടുകാരെ കുറിച്ച് വിവരിച്ചു കൊടുക്കൂ നബിയെ എന്ന് തുടങ്ങുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള 13-ാമത്തെ ആയത്ത് മുതൽക്ക് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതിനാണ് ഞാൻ ആ സന്ദർഭം കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, വദ്രിബ് ലഹും, നബിയെ അവർക്ക് വിവരിച്ചു കൊടുക്കൂ. ലറബ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ലറബ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് മനസ്സിൽ വരുന്ന അർത്ഥം അടിച്ചു എന്നാണ്. അതേ അവസരത്തിൽ സഞ്ചരിച്ചു എന്നുള്ളതിനും പ്രയോഗിക്കും. പിന്നെ അതേപോലെ തന്നെ ഉദാഹരണങ്ങൾ വിവരിച്ചു തരുന്നു എന്നുള്ളതിനും ലറബ പ്രയോഗിക്കും. ഇവിടെ വിവരിച്ചു തരിക, വദ്രിബ് ലഹും, നബിയെ അവർക്ക് വിവരിച്ചു കൊടുക്കുക, താങ്കൾ വിവരിച്ചു കൊടുക്കുക. ആർക്ക്? മക്കയിലുള്ള ഈ അറേബ്യൻ നിഷേധികളായ, മുശ്രിക്കുകളായ, കാഫിറുകളായ ആളുകൾ. അതാണ് ലഹും, അവർക്ക് വിവരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുശ്രിക്കീ ഖുറൈശികളിലെ, അതല്ലെങ്കിൽ അറേബ്യൻ ജനതയിലുള്ള മുശ്രിക്കുകളായ ആളുകൾക്ക് നബിയെ നിങ്ങൾ വിവരിച്ചു കൊടുക്കുക. എന്താണ് വിവരിച്ചു കൊടുക്കേണ്ടത്? മസലൻ, ഒരു ഉദാഹരണം വിവരിച്ചു കൊടുക്കൂ അവർക്ക്. അവരെ പറ്റി അവർക്ക് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ ഇവരുടെ സ്വഭാവം? അറേബ്യൻ മുശ്രിക്കുകളുടെ സ്വഭാവം ഇപ്പം എന്താ നിലവിലുള്ളത്? അവരിലേക്ക് അയക്കപ്പെട്ട മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ആ ജനത എന്ത് ചെയ്തു? നിഷേധിച്ചു, തള്ളിക്കളഞ്ഞു, അഹങ്കാരം കാണിച്ചു, അതിനെതിരെ പുറംതിരിഞ്ഞു നിന്നു. അതുകൊണ്ട് ഇനി അവർക്ക് നബിയെ നിങ്ങൾ വിവരിച്ചു കൊടുക്കൂ മസലൻ, ഒരു ഉദാഹരണം. അതാരുടെ ഉദാഹരണമാണ്? അസ്ഹാബൽ ഖറിയ, ഖറിയത്തിന്റെ ആളുകൾ. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ആളുകൾ, അസ്ഹാബ് ആളുകൾ, അൽ ഖറിയ ഗ്രാമത്തിന്റെ ആളുകൾ. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമം, അതിന്റെ ബഹുവചനമാണ് ഖുറ. ഖറിയത്തിന്റെ ബഹുവചനം ഖുറ. അതുകൊണ്ട് മക്കയുടെ മറ്റൊരു പേരാണെന്ത്? ഉമ്മുൽ ഖുറ. ഒരുപാട് ഗ്രാമങ്ങളുടെ, സിറ്റികളുടെയൊക്കെ കേന്ദ്രമാണ് മക്ക. അതുകൊണ്ട് ഉമ്മുൽ ഖുറ എന്ന് മക്ക അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ അൽ ഖറിയ, ആ രാജ്യക്കാരായ ആളുകളുടെ ഉദാഹരണം അവർക്ക് വിവരിച്ചു കൊടുക്കൂ. എന്താണ് ആ രാജ്യക്കാർക്ക് സംഭവിച്ചത്? എന്താണ് അവരിൽ ഉണ്ടായത്? ഏത് ജാഅഹ, ആ നാട്ടുകാരിൽ വന്ന സന്ദർഭം. ഇത് ജാഅഹ എന്നുള്ള ദമീർ മടങ്ങുന്നത് അസ്ഹാബുൽ ഖറിയത്തിലേക്കാണ്. ആ നാട്ടുകാർക്ക് വന്ന സന്ദർഭം. ആര് വന്നു? അൽ മുർസലൂൻ, ദൂതന്മാര് വന്ന ആ നാട്ടുകാരുടെ ഉദാഹരണം അവർക്ക് വിവരിച്ചു കൊടുക്കൂ. ആരാണിവിടെ അസ്ഹാബുൽ ഖറിയ? ആ നാട്ടുകാര് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഈ രാജ്യം ഏതായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ അൽ ഖറിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അന്താക്കിയ എന്ന് പറയുന്ന ഗ്രാമമായിരുന്നു, പട്ടണമായിരുന്നു എന്നാണ്. അന്താക്കിയയിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന അന്താക്കിയ എന്ന രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെട്ട രാജ്യമല്ല എന്നുള്ളതിനാൽ ചരിത്രത്തിൽ പ്രസിദ്ധമായി അറിയപ്പെടുന്ന അന്താക്കിയ എന്ന രാജ്യം അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്നും വേറെ ഏതോ ഒരു രാജ്യമായിരിക്കാം എന്നുമാണ് ഇബ്നു കസീർ റഹ്മഹുള്ളയെ പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
ഇനി അന്താക്കിയ എന്ന രാജ്യം തന്നെയാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും ലോകത്ത് അറിയപ്പെടുന്ന സുപ്രസിദ്ധമായ ക്രൈസ്തവ അഥവാ ഈസാ അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തിന് സ്വീകാര്യത ലഭിച്ച അന്താക്കിയ എന്ന് പറയുന്ന ആ ഗ്രാമം ഏതായാലും അല്ല എന്നാണ് ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. കാരണം ശേഷം പറയുന്നത് ഈ രാജ്യത്തെ തകർത്തെറിഞ്ഞു എന്നാണ്. ഈ നാട്ടുകാരെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു നശിപ്പിച്ചു എന്നാണ് ഇനി ശേഷം വരുന്ന ആയത്തുകളിൽ പിന്നീട് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈസാ അലൈഹിസ്സലാമിന് വലിയ മെജോറിറ്റി ലഭിച്ച അന്താക്കിയ രാജ്യം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? നശിപ്പിക്കപ്പെട്ട സ്ഥലമല്ല. അതുകൊണ്ട് ഇത് ആ അന്താക്കിയ ഏതായാലും അല്ല. അതുകൊണ്ട് ഇത് ഏതോ ഒരു വേറെ രാജ്യമായിരിക്കാം. ഇനി അതല്ലെങ്കിൽ അന്താക്കിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു രാജ്യമായിരിക്കാം എന്നാണ് ഈ അൽഖറിയ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ത് എന്ന് വിശദീകരിച്ചിടത്ത് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞു കാണുന്നത്. ഇനി എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു ഇവിടെ അസ്ഹാബുൽ ഖറിയ എന്നേ പറഞ്ഞുള്ളൂ, ഒരു രാജ്യക്കാരിനെ പറഞ്ഞുള്ളൂ. ഏത് രാജ്യം എന്ന് നമ്മൾ അറിയൽ നിർബന്ധമോ അനിവാര്യമോ ആണെങ്കിൽ അത് ആര് പറഞ്ഞിരിക്കും? അള്ളാഹ് പറഞ്ഞിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളിനി ഏതാണ് ആ രാജ്യം എന്ന് ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല. വിശുദ്ധ ഖുർആനിലൊരു കാര്യം അവ്യക്തമായി പറയുന്നുവെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. കാരണം ആ രാജ്യം ഏതാണ്, അല്ലെങ്കിൽ ആ വന്ന ദൂതന്മാരുടെ പേരുകൾ എന്താണ് എന്നൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ ആര് പറഞ്ഞിരിക്കും? അള്ളാഹു പറഞ്ഞിരിക്കും. പിന്നെ അതുകൊണ്ട് എന്തേ ഉദ്ദേശമുള്ളൂ? ആ ആളുകളെ അറിയലോ ആ നാട്ടിൻ്റെ പേരറിയലോ ഒന്നുമല്ല ഉദ്ദേശം. മറിച്ച് അതിൽ അടങ്ങിയ ഇബ്റ, ഗുണപാഠങ്ങൾ വായനക്കാര് മനസ്സിലാക്കുക, പഠിക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതേ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുള്ളൂ. അതല്ലാതെ ആ നാട്ടിൻ്റെ പേരറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അറിഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഏത് നാടാവട്ടെ ആ നാട്ടുകാരിൽ ഉണ്ടായ കാര്യം എന്താണ്, അവരുടെ സ്വഭാവം എന്തായിരുന്നു, അവരുടെ നിഷേധഭാവം അവരിൽ ധാരാളമായി നിലനിന്നപ്പോൾ എന്തേ ആ നാട്ടുകാർക്ക് സംഭവിച്ചത്, അതിലൊക്കെ നമ്മൾക്ക് ഗുണപാഠമുണ്ട് എന്നുള്ളതേ ആ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ യാസീനിൽ അല്ലാഹു അസ്ഹാബുൽ ഖറിയ ആ നാട്ടുകാരായ ആളുകളുടേന്നേ പറഞ്ഞുള്ളൂ, ഏത് നാട് എന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ പിന്നാലെ വല്ലാതെ പോകേണ്ടതില്ല. എന്നാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? കുറേ ആളുകളൊക്കെ പറഞ്ഞത് അന്താക്കിയ എന്ന് പറയുന്ന പ്രദേശമാണ് എന്നാണ്. അതുകൊണ്ട് അതല്ല എന്ന് പറയുന്ന ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനെ ഖണ്ഡിക്കുന്നുമുണ്ട്. അപ്പം എന്തായിരുന്നാലും ആ ചർച്ചയിൽ വലിയ പ്രസക്തിയൊന്നും ഇല്ല. അപ്പം എന്താ സംഭവം? ആ നാട്ടുകാരുടെ അവസ്ഥ ഇത് ആ നാട്ടുകാർക്ക് വന്നെത്തിയപ്പോൾ അൽ മുർസലൂൻ, പ്രവാചകന്മാർ വന്നെത്തി. പ്രവാചകന്മാർ വന്നെത്തി എന്ന് പറഞ്ഞാൽ അവരിലേക്ക് അയക്കപ്പെട്ട ഈ പ്രവാചകന്മാർ ആരായിരുന്നു? ഇതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ ചിലരൊക്കെ അവരുടെ പേരുകൾ ഇന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞു തന്നിട്ടുമില്ല. അപ്പം പിന്നെ അവരുടെ പേരുകൾ അറിയുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. പിന്നെ അതിലുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച, ഇത് അള്ളാഹു നേരിട്ടയച്ച പ്രവാചകന്മാർ തന്നെയായിരുന്നുവോ അതോ മഹാനായ ഈസാ അലൈഹിസ്സലാം ആ നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് അയച്ച ദൂതന്മാരായിരുന്നുവോ? ഇങ്ങനെ രണ്ട് വീക്ഷണം ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഈ അൽ മുർസലൂൻ എന്നുള്ളതിനെ കുറിച്ചും വന്നിട്ടുണ്ട്. എന്താ രണ്ട് വീക്ഷണം? ഒന്ന്, അള്ളാഹു അയച്ച മുർസലുകളായ ആളുകളെ കുറിച്ചാണോ ആ പറയുന്നത്, അതോ ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ രാജ്യത്തിലേക്ക് ദഅവത്ത് നടത്തുവാൻ വേണ്ടി തൻ്റെ ശിഷ്യന്മാരിൽ നിന്നുള്ള ചില ദൂതന്മാരെ അയച്ചതിനെ കുറിച്ചാണോ ആ പറയുന്നത് എന്നിങ്ങനെ രണ്ട് വീക്ഷണങ്ങൾ ഉണ്ട്. എന്നാൽ ഇബ്നു കസീർ റഹിമഹുള്ളയെ പോലെയുള്ള, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള ആധുനിക മുഫസ്സിറായ തഫ്സീർ ഇമാം നാസിറുസ് സഅദിയെ പോലെയുള്ള മുഫസ്സിറുകളൊക്കെ പറയുന്നത് ഒരിക്കലും അത് ഈസാ അലൈഹിസ്സലാം അയച്ചിട്ടുള്ള മുർസലുകളെ കുറിച്ചല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ പ്രതിപാദന പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് വായിച്ചു നോക്കിയാൽ കൂടുതലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അത് അള്ളാഹു തന്നെ അയച്ചിട്ടുള്ള പ്രവാചകന്മാർ തന്നെയായിരുന്നു എന്നുള്ളതിലേക്കാണ് എന്ന വീക്ഷണമാണ് പ്രഗത്ഭരായ പൂർവീകരും ആധുനികരുമായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവരിലേക്ക് സത്യപ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ച മിഷണറിക്കായി അയച്ചിട്ടുള്ള ദൂതന്മാരായിരുന്നു എന്ന് പറഞ്ഞവരും ഉണ്ട്. ഉണ്ടായിരുന്നാലും അതുകൊണ്ട് വലിയൊരു വിഷയവും വൈരുദ്ധ്യവും ഖുർആനികമായ തത്വങ്ങൾക്കുള്ള ഒരു
വൈരുദ്ധ്യമായൊരു പ്രയോഗങ്ങളൊന്നും അതിലില്ല. അതുകൊണ്ട് തന്നെ അതും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അതിലുള്ള പാഠമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, അങ്ങനെ ആ പ്രവാചകന്മാർ ആ നാട്ടുകാരിലേക്ക് വരികയാണ്. ആ പ്രവാചകന്മാരെ അയച്ചതിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് നോക്കൂ. ഇത് അർസൽനാ, നാം അയച്ച സന്ദർഭം കേട്ടോ. ഇതൊക്കെയാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയെ പോലെയുള്ളവരൊക്കെ പറയുന്നത്. ഇത് ഈസാ അലൈഹിസ്സലാം പറഞ്ഞയച്ച ദൂതന്മാരല്ല. ഈസാ അലൈഹിസ്സലാം പറഞ്ഞയച്ച ദൂതന്മാരാണെങ്കിൽ അത് ഈസാ അയച്ച ദൂതന്മാർ എന്ന് പറയും. ഇവിടെ ഇത് അർസൽനാ എന്നാ പറയുന്നത്, നാം അയച്ച സന്ദർഭം. അപ്പം അത് അള്ളാഹ് അയച്ച നബിമാർ തന്നെ ആയിരുന്നു. വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ 25 നബിമാരേ ഉള്ളുവെങ്കിലും വമിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നബിയെ ധാരാളം നബിമാരെ അയച്ചിട്ടുണ്ട് ഞാൻ. മിൻഹും മൻ ലം നഖ്സുസ് അലൈക മിൻഹും മൻ ഖസസ്നാ അലൈക, താങ്കൾക്ക് നാം കഥ പറഞ്ഞു തന്നിട്ടുള്ള നബിമാരുമുണ്ട്. വമിൻഹും മൻ ലം നഖ്സുസ് അലൈക, താങ്കൾക്ക് നാം തീരെ കഥ പറഞ്ഞു തന്നിട്ടില്ലാത്തവരുമുണ്ട്. 1,00,000-ലക്ഷത്തിലപ്പുറം നബിമാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ ആകെ പേര് തിരഞ്ഞു നോക്കിയാൽ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിലക്ക് വന്നിട്ടുള്ളത് 25 പേരുകളാണ്. അതിൽ തന്നെ ഉസൈർ പെട്ടിട്ടില്ല, അത് നബിയാണോ അല്ലേ എന്ന് തർക്കമുള്ളതാണ്. ലുഖ്മാൻ പെട്ടിട്ടില്ല, അത് നബിയാണോ അല്ലേ എന്ന് തർക്കമുള്ളതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് തന്നെ എണ്ണി പറയാവുന്ന 25 നബിമാരുടെ പേരാണ് എവിടെയുള്ളത്? വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. 1,00,000-ലേറെ കടക്കും നബിമാർ. അപ്പം എവിടെയൊക്കെ നബിമാർ വന്നിട്ടുണ്ടാവും, ഏതെല്ലാം പ്രദേശങ്ങളിൽ വന്നിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ പ്രദേശത്തേക്കും അള്ളാഹു തന്നെ നേരിട്ട് അയച്ചിട്ടുള്ള നബിമാർ തന്നെയായിരിക്കാം. കാരണം അള്ളാഹ് പറയുന്നത് എന്താണ്? ഇത് അർസൽനാ, നാം അയച്ച സന്ദർഭം, ഇലൈഹിം, അവരിലേക്ക്. പദാനുപദം അർത്ഥം പറഞ്ഞാൽ പഠിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. യാസീൻ എപ്പോൾ പാരായണം ചെയ്യുമ്പോഴും അത് മനസ്സിലാണ് ഉറപ്പിച്ചാണ് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളിത് പാരായണം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയും പോകില്ല, കൂടെ ഉണ്ടാവും. ഒരു ഇമാമ് പാരായണം ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടാവും. നേരെ മറിച്ച് ഇതിപ്പാണ് കേട്ടു, ഖുർആനിൻ്റെ അടച്ചു വെച്ചു, ഇനി അടുത്ത ഞായറാഴ്ച വന്നിട്ട് അടുത്ത ആയത്ത് കേൾക്കും, ഇത് പിന്നെ കാലാകാലം തൊട്ട് നോക്കിയില്ലെങ്കിൽ വല്ലാഹി മാഫി ഫായിദ, ഒരു ഫായിദ ഉണ്ടാവില്ല, ഒരു ഫായിദ ഉണ്ടാവില്ല. ഈ വിശുദ്ധ ഖുർആനിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ പാരായണമാവട്ടെ, ഹിഫ്ളാവട്ടെ, അർത്ഥം പഠിക്കലാവട്ടെ, ആശയം പഠിക്കലാവട്ടെ, അമലാവട്ടെ, 5 നിലക്കാണ് നമുക്ക് ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഇതാരും മറന്നു പോകരുത്. ഖുർആനുമായി ഒരു മുസ്ലിമായ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ 5 നിലക്കാണ് ബന്ധം. 1, തെറ്റുകൂടാതെ അതിൻ്റെ തിലാവത്താണ്, പാരായണം. 2, അതിനെ കഴിയുന്നത്ര ഹിഫ്ളാക്കലാണ്, മനപ്പാടമാക്കൽ. 3, അതിൻ്റെ അർത്ഥം ഗ്രഹിക്കലാണ്. 4, തദബ്ബുർ, ആ ഗ്രഹിച്ച അർത്ഥത്തിൽ പറഞ്ഞ കാര്യം എന്താണെന്നിങ്ങനെ ചിന്തിക്കലാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. 5-മത്തെ പ്രത്യേകത ഈ 4-നേക്കാളും പ്രധാനപ്പെട്ടതാണ്. ഈ 4 കൊണ്ടും നമുക്ക് നേടുന്ന കാര്യം നമ്മുടെ പ്രവൃത്തിയിൽ വേണം, അമലിൽ വേണം. നമ്മൾ തത്ബീഖ്, അത് നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഖുർആൻ ഉണ്ടാവണം. ഇങ്ങനെ 5 നിലക്കാണ് വിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്, ഈ 5ഉം നമ്മൾ എന്ന് അലസത കാണിക്കുന്നോ 5ഉം നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പെട്ടെന്ന് കുടിയിറങ്ങിപ്പോകും. അത് ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിനെ ബഹുമാനിക്കുന്നവരുടെ കൂടെ മാത്രമേ ഇരുന്നിക്കുള്ളൂ. വല്ലാഹി, അള്ളാന്റെ കലാമിനെ ബഹുമാനിക്കുന്നവരോടൊപ്പം മാത്രമേ ഈ ഖുർആൻ നിൽക്കുള്ളൂ. അല്പം ഇതിനോടൊരു അവഗണന കാണിച്ചാൽ അത് അതിൻ്റെ വഴിക്കാണ് പോകും. ഇത് നമ്മളെ മനസ്സിൽ വേണമെന്ന് ഞാൻ ഈ ഖുർആൻ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്നറിയോ? ഓരോ ആഴ്ചകളിലും നമ്മൾ 1, 2, 3, ഇനി മാക്സിമം 5 ആയത്തുകൾ എടുക്കും. ആ ആയത്തുകൾ എടുക്കുമ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഈ കേട്ടാണ്ട് പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ വേറെ ആയത്താ വരുന്നത്. പിന്നെ ഇതിനോടൊരു ബന്ധമില്ലെങ്കിൽ എത്ര കാലം കേട്ടാലും നമ്മളെ മനസ്സിൽ ഇതുണ്ടാവില്ല. വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൽ ഇബിലിൽ മുഅല്ലഖ, കെട്ടിയിട്ട ഒട്ടകത്തെ പോലെയാണ്. ഒരു മൃഗത്തെ കെട്ടിയിട്ടാൽ, ഏത് മൃഗാവട്ടെ, ഒരു മൃഗത്തെ കെട്ടിയിട്ടാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ ഉടമ ഇടയ്ക്കിടക്ക് അതിൻ്റെ കയറിങ്ങനെ മുറുക്കം പരിശോധിച്ചിട്ടില്ലെങ്കിൽ ഈ മൃഗം ഇടയ്ക്ക് ഇങ്ങനെ തുള്ളും. ഓരോ തുള്ളലിനും കെട്ടിയ കയർ അല്പം ലൂസാവും. അങ്ങനെ ലൂസായി ഉടമ തീരെ ശ്രദ്ധിക്കാതെ ആയാലോ എന്താ സംഭവിക്കുക? മൃഗം കെട്ടയച്ച് അവിടുന്ന് പോയിട്ടുണ്ടാവും. ഇതേപോലെ
തആഹദുൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ രൂഢമൂലമാക്കണം. അത് പാരായണമാവട്ടെ. നിങ്ങൾ ഒരു ദിവസം പാരായണം ചെയ്തിരുന്ന ഒരു വിശ്വാസി ഒരു ദിവസം ഖുർആൻ ഓത്ത് നിർത്തിവെച്ച് നോക്കിയേ, അതിൻ്റെ സങ്കടവും വിഷമവും മാറ്റമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. ഒരാഴ്ച പിന്നെ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിലോ ഖുർആൻ പിന്നെയും നിങ്ങൾ അകലും. പിന്നെ നിങ്ങളെ മനസ്സ് പിന്നെ നിങ്ങൾക്ക് ഓതാനേ തോന്നൂല. പിന്നെ ഓത്ത് എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് തോന്നൂല. നിത്യം ഓതനുണ്ടെങ്കിലോ നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾ ഓതിയും കൊണ്ടേയിരിക്കും. നിങ്ങൾ ഹിഫ്ളാക്കലൊന്ന് നിർത്തിവെച്ചൊക്കെ, അല്ലെങ്കിൽ പഠിച്ച് നിങ്ങൾ മനഃപ്പാടമാക്കിയത് നിങ്ങൾ മുറാജഅ നടത്തുന്നത് ഒന്ന് നിർത്തിവെച്ച് നോക്കിയേ, അത് നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ടാവും. അത് പോയിട്ടുണ്ടാവും. അർത്ഥം പഠിക്കൽ നിങ്ങൾ നിർത്തിവെച്ച് നോക്കിയേ, ഒരാഴ്ച ക്ലാസ്സിന് പങ്കെടുക്കാതെ ഒരാഴ്ച വന്നില്ലെങ്കിൽ ഈ ഇബ്ലീസ് നിങ്ങളോട് പറയും അത് കേട്ടില്ലല്ലോ, ഇനിയിപ്പോൾ അടുത്തത് കേട്ടിട്ട് എന്താ കാര്യം, പോയി അടുത്ത ആഴ്ചയും വരില്ല. രണ്ടാഴ്ച എന്തായാലും മിസ്സായി, ഇനിയിപ്പോൾ എന്താ പോണു, ഇനി പുതിയ സൂറത്ത് തുടങ്ങുമ്പോൾ പോകാം. എത്ര ആൾക്ക് ഈ അനുഭവം ഉണ്ട് എന്ന് ഈ കൂട്ടത്തിൽ ഓരോരുത്തരും അവരവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഖുർആൻ്റെ പാരായണമാവട്ടെ, മനപ്പാടത്തിൽ നിന്നാവട്ടെ, അർത്ഥം പഠിക്കലിൽ നിന്നാവട്ടെ, ആശയം ചിന്തിക്കലിൽ നിന്നാവട്ടെ, അമലിൽ നിന്നാവട്ടെ, ഒരാൾ അല്പം അമാന്തം കാണിച്ചാൽ അത് അതിൻ്റെ വഴിക്കാണ് പോകും. കാരണം ഇതിനത്രയും വിലയുണ്ട്. ഇതിനെ ബഹുമാനിക്കുന്നവരുടെ കൂടെ, ഇതിനെ മൈൻഡ് ചെയ്യുന്നവരുടെ കൂടെ മാത്രമേ ഇതുണ്ടാവുള്ളൂ. അല്ലാത്തവരുടെ കൂടെ അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാനുള്ളൊരു മഹത്വമില്ലാത്ത സാധനമല്ലത്. ഇത് വിശുദ്ധ ഖുർആനാണ്, അള്ളാഹിൻ്റെ കലാമാണ്. ഇതൊരു പാറക്കല്ലിൽ വെച്ചിരുന്നുവെങ്കിൽ അത് ഒരു പാറക്കല്ലിന്മേലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ എന്ന് പറയപ്പെട്ട ഗ്രന്ഥമാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. പേടിച്ച് വിറച്ച പാറക്കല്ലുകൾ വരെ പൊട്ടി തകർന്നു പോകുമായിരുന്നു. ആശയ ഗാംഭീര്യം. പക്ഷെ പാറക്കല്ലുകളോട് ഇതനുസരിച്ച് പ്രവർത്തിക്കാനും ഇതിൻ്റെ ഭാരം ഏൽപ്പിച്ചിട്ടില്ല. ഈ അമാനത്തെ ഏറ്റെടുത്തവൻ മനുഷ്യരാ, നമ്മളെ കടമയാണിത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു, ഈ പറയുന്ന എനിക്കും ബാധകമാണ്, നിങ്ങൾക്കൊക്കെ ബാധകമാണിത്. ഇതിനായിട്ടുള്ള ബന്ധം നമ്മളെ എത്ര കുറക്കുന്നോ അത്രയും ഇത് നമ്മളിൽ നിന്ന് ഒഴിവായി പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇത് ഒഴിവായി പോയാൽ പിന്നെ എവിടുന്ന് സമാധാനം കിട്ടാനാ? ഇതിലപ്പോൾ എന്തുകൊണ്ടാണ് സമാധാനം കിട്ടുക? എന്തുകൊണ്ടാണ് മനസ്സിൻ്റെ ശാന്തി കിട്ടുക? എന്തുകൊണ്ടാണ് ഖബറിൽ രക്ഷപ്പെടുക? എന്തുകൊണ്ടാണ് മഹ്ശറിൽ രക്ഷപ്പെടുക? എന്ത് പ്രകാശമാണ് നമുക്ക് ഖബറിൽ ഉണ്ടാവുക? ഖുർആനല്ലേ എല്ലാം. അപ്പം അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പദാനുപദം അർത്ഥം പഠിച്ച് ആശയം പഠിച്ച് നമ്മുടെ യാത്രക്കിടയിൽ സ്ത്രീകൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പുരുഷന്മാർ അവരുടെ യാത്രയുടെ ഘട്ടങ്ങളിലൊക്കെ ഒരു ഒഴിവിട്ടുന്ന സമയത്തിൻ്റെ സാമ്പിൾ പറഞ്ഞതാ ഞാൻ. ചില വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മൈൻഡ് ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആലോചിച്ച് നോക്കുക, ഇന്നലെ അടുത്ത ആയത്തേതാ, അതാണ് മനപ്പാടാക്കി, അതിൻ്റെ അർത്ഥം എന്താ, അതൊക്കെ നമുക്ക് ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിച്ച് ഇതിനെ ഒന്ന് മൈൻഡ് ചെയ്താലേ ഇതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തിൽ നിങ്ങൾ ഇതിനെ കാണണം. ഇവിടെ അല്ലാഹു തആല പറയുന്നത്, ഇത് അർസൽന, നാം അയച്ച സന്ദർഭം, ഇലൈഹിം, അവരിലേക്ക്. ഏതായി അവര്? അങ്ങനെ പറഞ്ഞു പഠിക്കണം. ഏതായി അവര്? അസ്ഹാബുൽ ഖറിയ. അസ്ഹാബുൽ ഖറിയത്തിലേക്ക്, ആ നാട്ടുകാരിലേക്ക് നാം അയച്ചു. ഇസ്നൈനി, രണ്ടാളെ അയച്ചു. രണ്ട് നബിമാരെ ഒപ്പം അയച്ചു. രണ്ടാളെ അവരിലേക്കാണ്ട് അയച്ചു സത്യമതത്തിൻ്റെ പ്രബോധനമായിട്ട്. ആ നാട്ടുകാരെന്താ ചെയ്തത്? ഫകദ്ദബൂഹുമാ, അപ്പോൾ കദ്ദബൂ, അവർ കളവാക്കി, ഹുമാ, ആ രണ്ടാളെയും, ആ രണ്ട് ദൂതന്മാരെയും ആ നാട്ടുകാരെന്ത് ചെയ്തു? കളവാക്കി. ഞങ്ങൾ വിശ്വസിക്കൂലായിരുന്നു, നിങ്ങളെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞു. അവർ തള്ളിക്കളഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിശ്വസിച്ചില്ലല്ലോ അറേബ്യൻ മുശ്രിക്കുകൾ. അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥേപത്, അത് മറക്കരുത്. അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഈ പറയുന്നത് ഇവരെ കുറിച്ച്. അങ്ങനെ രണ്ടാളെ അയച്ചപ്പോൾ ആ നാട്ടുകാരെ രണ്ടാളെയും കളവാക്കി. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? ഫഅസ്സസ്ന, അപ്പോൾ നാം ശക്തിപ്പെടുത്തി. അസ്സസ, ശക്തിപ്പെടുത്തി. ഖവ്വൈന, അള്ളാഹു ഖുവ്വത്ത് പകർന്നു. ഫഅസ്സസ്ന, അപ്പോൾ നാം ശക്തിപ്പെടുത്തി. എങ്ങനെ? ബി സാലിസിൻ, ഒരു മൂന്നാമനെ അയച്ചുകൊണ്ട്. രണ്ടാൾ പറഞ്ഞപ്പോൾ ജനങ്ങൾ കളവാക്കി. അപ്പം ആ രണ്ടാൾക്കൊരു തുണയും സഹായവും ശക്തിയൊക്കെ പകരാൻ വേണ്ടിയിട്ട് അവർക്കൊരു തുണ എന്ന നിലക്കൊരു മൂന്നാമത്തെ ദൂതനെയും കൂടെ ആ നാട്ടിലേക്ക് നാം എന്ത് ചെയ്തു? അയച്ചു. അങ്ങനെ 3 ദൂതന്മാർ ആ നാട്ടിലേക്ക് ചെന്നു. സത്യമതത്തിൻ്റെ പ്രബോധനവും ദഅവത്തുമായിട്ട് 3 ദൂതന്മാർ അവരിലേക്ക് ചെന്നു. നമുക്കെല്ലാവർക്കും അറിയില്ല, ഒരാൾ ഒറ്റയ്ക്ക് പറയുന്നതിനേക്കാൾ പവർ ഉണ്ടാവും 2 ആൾ പറയുമ്പോൾ. അതിനേക്കാൾ പവർ ഉണ്ടാകും
മൂന്നാള് പറയുമ്പോൾ. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു താല പറഞ്ഞില്ലേ, ഫിറൗന്റെ അടുത്തേക്ക് പോയിക്കോ, ഇദ്ഹബി ഇലാ ഫിറഔൻ. നബിയായിട്ട് നിയോഗിച്ചതിൻ്റെ ശേഷം അള്ളാന്റെ കൽപ്പന എന്താണ്? ഇദ്ഹബി ഇലാ ഫിറഔന, ഫിറൗന്റെ അടുത്തേക്ക് പോയിട്ട് ഇസ്ലാമിലേക്ക് അവനെ ക്ഷണിക്കുന്നു. അങ്ങനെ ആ പോകുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ദുആ എന്താ? റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അടുത്തത് ശ്രദ്ധിക്കുക, വജഅൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി കൈ നുസബ്ബിഹക കസീറ വനദ്കുറക കസീറ. എന്താ പറയുന്നത്? കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദഅവത്തിന് ഇറങ്ങുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രബോധനത്തിന് ഇറങ്ങുമ്പോൾ, ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും റബ്ബിൻ്റെ കാവൽ വേണം. മുസാ നബി അലൈഹി സ്വലാമിനെ വലിയ ഡ്യൂട്ടി ഏൽപ്പിച്ചതാണ് അള്ളാഹ്. ആരെടുത്ത് പോയിട്ടാ ഇസ്ലാം പറയേണ്ടത്? ഞാനാ പടച്ചവൻ, ഞാനാ റബ്ബ് എന്നൊക്കെ പറയുന്നവൻ്റെ അടുത്ത് പോയിട്ട് പറയണം. അപ്പോൾ മഹാനായ മുസാ അലൈഹി സ്വലാം റബ്ബിനോട് മനസ്സ് പൊട്ടി ദുആ ചെയ്യാണ്, റബ്ബേ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പാക്കി തരണേ, എൻ്റെ ഹൃദയത്തിന് വിശാലത തരണേ, എൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കണേ. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ടുകളെ നീ അഴിക്കണേ. മുസാ അലൈഹി സ്വലാം സംസാരിക്കുന്നതിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു അവ്യക്തത ജനങ്ങൾക്ക് ഉണ്ടാവാതെ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സംസാര സ്ഫുടത നീ എനിക്ക് തരണേന്ന് ദുആ ചെയ്യണം. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എത്രത്തോളം യഫ്ഖഹു ഖൗലി, എൻ്റെ വാക്ക് അവർക്ക് ശരിക്കും മനസ്സിലാകണം. ഞാൻ എന്താണ് പറഞ്ഞാലും അതിൻ്റെ ഉദ്ദേശം അവർക്കാണ് തിരിയണം. ആ നിലക്കുള്ളൊരു കഴിവ് എനിക്ക് തരണേ അല്ലാഹ്. യഫ്ഖഹു ഖൗലി. അടുത്ത ചോദ്യം നോക്കൂ, വജഅൽ ലി വസീറൻ മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു വസീറിനെ, ഒരു മന്ത്രിയെ, ഒരു സഹായിയെ നീ എനിക്ക് നിശ്ചയിച്ചു തരണേ. ഹാറൂന, പേരും പറഞ്ഞു കൊടുത്തു, ഹാറൂനാണത്. അഖി, അവൻ എൻ്റെ ബ്രദറാ. എന്തിനാന്നറിയാം? ഉശ്ദുദ് ബിഹി അസ്രി, എനിക്കൊരു ശക്തി പകരാൻ. അപ്പൊ കൂടെ ഒരാളുണ്ടാവുമ്പോൾ ഒരു ശക്തിയാവൂലേ? അതിന് ഹാറൂൻ എന്നെക്കാണ് മിടുക്കനാ, എൻ്റെ ബ്രദറാ. അവൻ ഉണ്ടായാൽ എനിക്ക് നല്ല സൗകര്യമായി. അതുകൊണ്ട് റബ്ബേ ഹാറൂനിനെ കൂടി എൻ്റെ കൂടെ ഒന്നയക്കോ. ഹാറൂന അഖി ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി, എൻ്റെ കാര്യത്തിൽ ഹാറൂനെ കൂടെ വന്ന് പങ്കാക്കി, ഞങ്ങൾ പാർട്ട്ണർമാരായി പൊയ്ക്കോളാം. അങ്ങനെ ആവുമ്പോൾ റബ്ബേ നിന്നെ ധാരാളമായി തസ്ബീഹ് ചൊല്ലാനും നിന്നെ ഓർക്കേണ്ട പ്രകാരം ഓർക്കാനും ഒക്കെ എനിക്കതൊരു ധൈര്യവും തുണേക്കാവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ഒരാൾ ദഅവത്തിനടത്തും പോലെയല്ല, രണ്ടാളുണ്ടാവുമ്പോൾ അതിനേക്കാളായിരിക്കും ഒരു സംഘടിത ശക്തിയാവുമ്പോൾ. ഇവിടെ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖറിയത്തിലെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആദ്യം 2 ദൂതന്മാരെ അയച്ചു. ആ 2 ദൂതന്മാർ നാട്ടുകാരോട് തൗഹീദും ഇസ്ലാമിൻ്റെ സുന്നതമായ സംസ്കാരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ നാട്ടുകാർ ഈ 2 ആളെ കളവാക്കിയപ്പോൾ എന്നാ പിന്നെ അള്ളാഹ് എന്നാ ഇനി അവർക്ക് ആരും വേണ്ടാന്ന് പറഞ്ഞോ? ഇല്ല, ഒന്നും കൂടി അയച്ചു നോക്കുക. ഫഅസ്സസ്നാ, അപ്പോൾ നാം ശക്തി പകർന്നു. ബിസാലിസിൻ, ഒരു 3-ാമനെ അയച്ചു. അങ്ങനെ 3 ആള് ചെന്നു. അപ്പോഴും ഫഖാലു എന്നിട്ട് ഈ 3 ആളും പോയിട്ട് ഒന്നിച്ച് ആ ജനതയോട് പറഞ്ഞു, എന്ത്? ഇന്നാ ഇലൈക്കും മുർസലൂൻ, തീർച്ചയായും ഞങ്ങൾ ഇലൈക്കും, നിങ്ങളിലേക്ക്, മുർസലൂൻ, അയക്കപ്പെട്ട ദൂതന്മാരാണ്. മുർസൽ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ട ഒരാൾക്കാണ് മുർസൽ എന്ന് പറയാം. അയക്കപ്പെട്ട ഒരു നബി അല്ലെങ്കിൽ അയക്കപ്പെട്ട റസൂൽ. മുർസലൂൻ, അയക്കപ്പെട്ടവരാണ്, നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഖാലു, ആ ജനങ്ങൾ പറഞ്ഞു, ആ രാജ്യത്തുള്ള ജനങ്ങൾ എന്താ പ്രതികരിച്ചത്? അവരെന്താ മറുപടി പറഞ്ഞത്? മാ അൻതും, നിങ്ങളല്ല. മാ അൻതും, അൻതും എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ. മാ അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല. ഇല്ലാ ബശറും മിസ്ലുനാ, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലാതെ നിങ്ങൾ മറ്റാരുമല്ല. നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മാത്രമാണ്. അവിടെ നിങ്ങളൊന്നും നബിയാകാൻ പറ്റൂല. അവർക്ക് നബിയാവണമെങ്കിൽ എല്ലാ നാട്ടുകാരും പറയലും മലക്കിറങ്ങണം എന്നാണ്. അപ്പോൾ അള്ളാഹ് ചോദിക്കലുണ്ട്, മലക്കിനെ ഇറക്കിയാൽ പിന്നെ മലക്കിൻ്റെ കോലത്തിലല്ലേ ഇറക്കാൻ പറ്റുക? മലക്കിൻ്റെ കോലത്തിൽ ഇറങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് കാണൂല. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എങ്ങനെ തന്നെ ഇറക്കണം? മനുഷ്യ കോലത്തിൽ ഇറക്കണം മലക്കിനെ. അപ്പോഴും നിങ്ങൾക്ക് ഇടയായിട്ടുണ്ടാവില്ലേ, നിങ്ങൾ മനുഷ്യനാണ്. ഇത് അള്ളാഹു തആല പറഞ്ഞ കാര്യമാണ്. ഇത് ഏത് നാട്ടുകാരും പറഞ്ഞപ്പോൾ അള്ളാഹ് മറുപടിയും കൊടുത്തതാണ്. അപ്പോൾ ഇവർ പറയണ എന്താ? ഇന്നന്തും മാന്തും, നിങ്ങളല്ല. ഇല്ലാ ബശറും മിസ്ലുനാ, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരല്ലാതെ മറ്റാരും അല്ല. നമുക്കൊരു പ്രത്യേകതയില്ല, ഞങ്ങൾ ആരുമല്ല. മാത്രല്ല അവരൊന്നുകൂടെ കടന്നു പറഞ്ഞു, ഒമാ അൻസല റഹ്മാൻ, റഹ്മാനായ പരമകാരുണികനായ
റഹ്മാൻ ഇറക്കിയിട്ടുമില്ല മിൻ ശൈഇൻ, ഒന്നും ഇറക്കിയിട്ടില്ല. നിങ്ങൾ പറയണത് ഇപ്പം നിങ്ങളെ കൂടെ ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ സത്യത്തിൻ്റെ തെളിവുകളുണ്ട് എന്നൊക്കെയല്ലോ. ഒരു വസ്തു അള്ളാഹ് ഇറക്കിയിട്ടില്ല, നിങ്ങൾ വെറുതെ കളവ് പറയാണ്. ഇൻ അൻതും നിങ്ങളല്ല, ഇൻ അൻതും നിങ്ങളല്ല, ഇല്ലാ തക്ദിബൂൻ കളവ് പറയുന്നവരല്ലാതെ മറ്റൊന്നുമല്ല. കദബ യക്ദിബു, ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾ കളവ് പറയുന്നവർ മാത്രമാണ്, വേറെ ഒരു സത്യവും നിങ്ങൾ പറയുന്നതിനില്ല എന്ന് പറഞ്ഞ് ആ വന്ന 3 ദൂതന്മാരെയും ആ നാട്ടുകാർ, നന്ദി കെട്ട ആ നാട്ടുകാർ എന്ത് ചെയ്തു? നിഷേധിച്ച് തള്ളിക്കളഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ വമാ അൻസല റഹ്മാനു മിൻ ശൈഇ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. അർത്ഥം മനസ്സിലായല്ലോ? അവർ പറഞ്ഞു, പിന്നെ നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരല്ലാതെ മറ്റാരുമല്ല. ഒന്ന്, റഹ്മാനായ അള്ളാഹ് ഒന്നും ഇറക്കിയിട്ടില്ല, ഒരു വഴിയും ഒരു നിയമവും ഒരു തത്വം ഒന്നും ഇറക്കിയിട്ടില്ല. ഇന്നന്തും ഇല്ലാത്ത കദിബൂ, നിങ്ങൾ കളവ് പറയുന്നവരല്ലാതെ വേറൊന്നുമല്ല, നിങ്ങൾ മാനുണയന്മാരുമാണ്. ഇങ്ങനെ പറഞ്ഞ് ആ ജനത തള്ളിക്കളഞ്ഞു. നബിമാരിപ്പോൾ എന്തു പറയാനാ? ഖാലൂ, ആ നബിമാരത് കേട്ടപ്പോൾ എന്താ പറഞ്ഞത്? റബ്ബുനാ യഅലമു, ഞങ്ങളുടെ യജമാനായ റബ്ബ് നന്നായി അറിയുന്നവനാണ്. റബ്ബുനാ, ഞങ്ങളുടെ റബ്ബ്, യഅലമു, അവൻ അറിയുന്നവനാണ്. ഇന്നാ ഇലൈക്കും, തീർച്ചയായും ഞങ്ങൾ, ഇലൈക്കും നിങ്ങളിലേക്ക്, ലമുർസലൂൻ അയക്കപ്പെട്ട ദൂതന്മാര് തന്നെയാണെന്ന് ഞങ്ങളുടെ റബ്ബിന് നന്നായി അറിയാം. അങ്ങനെ എല്ലാം അറിയാവുന്ന റബ്ബാ ഞങ്ങൾ അയച്ചിട്ടുള്ളത്. അവിടെ നിങ്ങൾ ഞങ്ങളെ എന്ത് നുണയന്മാരാണ്, ചതിയന്മാരാണ്, കള്ളന്മാരാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങളയച്ച റബ്ബിന് ഞങ്ങളെക്കുറിച്ച് നന്നായി അറിയാം. ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാർ തന്നെയാണെന്ന് ഞങ്ങളുടെ റബ്ബിനറിയാം. ആ നന്നായി അറിയുന്ന റബ്ബ് ഞങ്ങളെ നിങ്ങളിലേക്ക് അയച്ചത് തന്നെയാണ്. കണ്ടോ? ഇന്നാ ഇലൈക്കും ഇല്ല മുർസലു, ഒരു സംശയവും വേണ്ട, ഞങ്ങൾ മുർസലുകൾ തന്നെയാണ് നിങ്ങളിലേക്കുള്ള എന്ന് അവർ വീണ്ടും അവരുടേതായ ഉത്തരവാദിത്വം ആ ജനതയെ പിന്നെയും പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിച്ചു. കൂട്ടത്തിൽ നബിമാരി ഇത്ര കൂടി പറഞ്ഞു, വമാ അലൈനാ, ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല, ഞങ്ങളുടെ മേൽ കടമയില്ല, ഉത്തരവാദിത്തമില്ല, എന്തല്ലാതെ ഇല്ലൽ ബലാഗുൽ മുബീൻ, സുവ്യക്തമായ നിലക്ക് കാര്യങ്ങൾ എത്തിച്ചു തരലല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു ഉത്തരവാദിത്തവുമില്ല. കണ്ടോ? അതെല്ലാ നബിമാരും പറഞ്ഞതാണ്. നബിമാർക്ക് എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും ഡ്യൂട്ടി അത്രയേ ഉള്ളൂ, കാര്യം എത്തിച്ചു കൊടുക്കുക. കണ്ടോ? നബിമാർ പറഞ്ഞുണ്ടോ, നിങ്ങളിപ്പോൾ ഞങ്ങളെ കള്ളന്മാർ എന്ന് വിളിച്ച് ഒന്നും അള്ളാഹ് നിങ്ങൾക്ക് ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞു, ഞങ്ങളെപ്പോലത്തതാണ്, നിങ്ങൾക്ക് ഒരു പ്രത്യേകതയില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞത് കൊണ്ടൊന്നും ഞങ്ങൾക്ക് നിരാശയൊന്നുമില്ല. ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താണെന്നറിയോ? നിങ്ങളെല്ലാം കൂടി പിടിച്ച് നിർബന്ധിച്ച് സത്യമരത്തിലേക്ക് ഇങ്ങോട്ട് അടിച്ച് നിങ്ങളോടൊക്കെ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ വാളെടുത്ത് വെട്ടി കേരള ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട ഡ്യൂട്ടിയൊന്നും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എത്രയേ ഉള്ളൂ, ഞങ്ങളെ അയച്ച റബ്ബ് ഞങ്ങളോട് പറഞ്ഞത് എന്താണ്? ഈ സത്യം നിങ്ങൾ ആ ജനതക്ക് മനസ്സിലാകുന്ന നിലക്ക് പോയിട്ട് പറഞ്ഞു കൊടുക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞങ്ങൾ നിർവഹിച്ചു. അല്ലാതെ നിങ്ങളെ പറഞ്ഞു മാറ്റി നിങ്ങളെ എല്ലാം കൂടെ നിർബന്ധിച്ച് ഇതിൻ്റെ അകത്തേക്ക് വലിച്ചു കയറ്റേണ്ട ഡ്യൂട്ടിയൊന്നും ഞങ്ങൾക്കില്ല. അതാണ് വമാ അലൈനാ, ഞങ്ങളുടെ മേൽ ഉത്തരവാദിത്തമില്ല, ഇല്ലൽ ബലാഗ്, എത്തിച്ചു തരൽ അല്ലാതെ. ബലാഗ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തിച്ചു തരിക. ബലാഗ് എത്തിച്ചു കൊടുക്കുക. എങ്ങനെ എത്തിച്ചു കൊടുക്കുക? എങ്ങനെയെങ്കിലും എത്തിച്ചു തരലല്ല, അൽ മുബീൻ, ഒരു അവ്യക്തതക്കും പഴുതില്ലാത്ത നിലക്ക് കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി നിങ്ങൾക്ക് കേൾപ്പിക്കലേ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ. അതോടെ ഞങ്ങളുടെ ബാധ്യത കഴിഞ്ഞു. ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹ് പറഞ്ഞതല്ലേ? അള്ളാഹ് പറഞ്ഞതല്ലേ അള്ളാഹിൻ്റെ റസൂലിനോട്, നബി നിങ്ങളെന്തിനാ വിഷമിക്കുക, നിങ്ങളെന്തിനാ ടെൻഷനാകുന്നത്? ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നബിയെ മുന്നറിയിപ്പ് കൊടുക്കൂ, താങ്കൾ ഒരു മുന്നറിയിപ്പുകാരനും താക്കീതുകാരനും ഉത്ബോധകനും മാത്രമാണ് നബിയെ. ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ,
അവരുടെ മേൽ അധികാരം ചെലുത്തി അവരെ ഇങ്ങോട്ട് ഇതിലേക്ക് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമൊന്നും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. നന്നാക്കലും നന്നാക്കാതിരിക്കലും ഒക്കെ അത് എൻ്റെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വിശ്വസിക്കുന്നോ വിശ്വസിക്കട്ടെ, വിശ്വസിക്കുന്നില്ലേ തള്ളിക്കളഞ്ഞോട്ടെ. പക്ഷെ രണ്ടും സമമൊന്നും ആവൂല. ഇന്ന ഇലൈനാ ഇയാബഹും, തീർച്ചയായും നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം. എല്ലാവരും മടങ്ങ എടുക്ക, നമ്മുടെ അടുത്തേക്കാണ് മടങ്ങുക. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, പിന്നെ അവരുടെ വിചാരണ ആരുടെ മേലാണ്? നമ്മുടെ മേലാണ്. അത് ഞാൻ നോക്കിക്കോളും. നാളെ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെത്തുമ്പോൾ ഓരൊറ്റ നബിമാരോടും നിങ്ങൾക്ക് കിട്ടിയ ആൾക്കാരെയൊക്കെ നമ്പർ ഒന്നാണ് പറയും, ഇങ്ങോട്ട് മാറി നിർത്തിയെന്ന് പറയില്ല. വലിയ വലിയ നേതാക്കന്മാർക്ക് ആളെ കിട്ടിയിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൊക്കെ കിട്ടിയത് ആണായിട്ട് ലൂത്ത് നബിനെ മാത്രമാണ്. ആരാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം? ഖലീലുല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒരാളെ കിട്ടിയത് ലൂത്ത് നബിനെ. ഫആമന ലഹു ലൂത്തുൻ, പിന്നെ ഭാര്യ സാറ ബീവി റളിയല്ലാഹു അൻഹ, അജറ റളിയല്ലാഹു അൻഹ. കുറഞ്ഞ ആളുകളെ അവർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഒരു നബിക്കും ഉത്തരവാദിത്തമല്ലാണ്. സാധാരണ ഇതെന്തിനാ നമ്മൾ പറയുന്നത് അറിയോ? ഇത് നമുക്കിതിലൊരു പാടുണ്ട്. നമുക്ക് വേഗം ഉണ്ടല്ലോ ഈ നിരാശ പിടികൂടാണ്. നമ്മളെ ആൾക്കാരോട് സത്യമൊക്കെ ഇങ്ങനെ പറയും, സത്യമൊക്കെ പറഞ്ഞിട്ട് ആരും കേട്ടിട്ടില്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ പറയും ഈ സത്യം പറയുന്നവരോട് വേറെ ചില ആളുകൾ പറയും, നിങ്ങളിപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ കൂടിക്കല്ലാതെ കുറഞ്ഞണോ? അതെന്തിനാ? അത് പറയുന്നവൻ്റെ മനസ്സ് തളർത്താൻ ഇബിലീസിൻ്റെ വേറൊരു വാക്കാണ്. പറയുന്നവനെങ്കിലും പറഞ്ഞോട്ടെ എന്നല്ലല്ലോ ചിന്തിക്കണത്. ഓൻ്റെ വർത്താനവും മുടക്കണം എന്നാണ് ഇബിലീസ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പ്രബോധകന്മാരുടെ മനസ്സ് തളർത്താൻ വേണ്ടി പല ആൾക്കാർ പറയുന്നൊരു വർത്താനാണ്, നിങ്ങളിപ്പോൾ അതൊക്കെ അങ്ങനെ എത്ര കാലമായി പറയണം, എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ഇവിടെ രാജ്യത്ത് കൂടിക്കല്ലാതെ കുറഞ്ഞോണോ? ഇനിയിപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്? കൂടിക്കോട്ടെ കുറഞ്ഞോട്ടെ, നമ്മളെ ഉത്തരവാദിത്തത്തിൽ പെടൂലല്ലോ. ഇവിടെ നബിമാര് വരെ പറയുന്നത് എന്താ? വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, കാര്യങ്ങൾ വളരെ വ്യക്തമായി എത്തിച്ചു കൊടുക്കലല്ലാതെ ഞങ്ങളുടെ മേൽ ഉത്തരവാദിത്തമല്ലാന്ന്. അവരോട് നമ്മൾ പണി കഴിഞ്ഞു. പക്ഷെ എത്തിച്ചു കൊടുക്കൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. എത്ര ആളെ നന്നാക്കീന്ന് അള്ള മഹ്ശറിൽ ഒരാളോടും ചോദിക്കൂല. ഇതൊക്കെ പറഞ്ഞിട്ട് എത്ര ആളെ നിനക്ക് നന്നാക്കാൻ പറ്റിയെന്ന് ചോദിക്കൂല. മറിച്ച് എത്ര പേരുടെ കാതിൽ നീ ഈ സത്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു എന്ന ചോദ്യം ഈ പറയുന്ന എനിക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും. എത്ര ആളെ കേൾപ്പിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അതെല്ലാവരുടെയും ഡ്യൂട്ടിയാണ്. അതല്ല പറഞ്ഞതുമാണ്. ഏതാ സൂറത്ത്? സൂറത്തുൽ അസ്ർ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. അധ്യായം ക്ലോസ് ആയോ? അധ്യായം ക്ലോസ് ആയോ? എന്നാ നമുക്ക് സമാധാനിച്ചിരിക്കായിരുന്നു. ഞാൻ എനിക്ക് ഈമാനും അമലു സാലിഹാത്തൊക്കെ ഉണ്ട്, കഴിച്ചില്ലായി. പിന്നെന്താ പറയണേ? അടുത്തതെന്താ? വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം നല്ലോണം ഉപദേശിക്കണം. അത് കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. അത് പള്ളിയിൽ 5 നേരം അങ്ങനെ നിസ്കരിച്ച് പൂർണ്ണമായിരുന്ന സുഖമുള്ള ഏർപ്പാടല്ല. ഒരാൾ ചെയ്യുന്ന ഒരു തിന്മയെ എതിർക്കുക എന്നുള്ളത് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് വരുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അയാൾ ഇതുവരെ നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുമായിരുന്നോ? അയാൾ ചിരി അവസാനിപ്പിക്കും. അയാൾ ഇതുവരെ നിങ്ങളോട് നല്ല ലോക്യത്തിലായിരുന്നോ? ലോക്യം മുറിയും. അയാളും നിങ്ങളും വലിയ ഫ്രണ്ടായിരുന്നോ? ഫ്രണ്ട്ഷിപ്പ് അവസാനിക്കും. അത് നിങ്ങൾ നിസ്കരിച്ച് വരുന്ന മാതിരി ആവില്ല. അപ്പം അവിടെ നല്ലോണം ക്ഷമിക്കും വേണ്ടി വരും. അതാണ് 4ാമത്തെ കാര്യം. തവാസൗബി സബർ. ഇത് 4ഉം ഇല്ലാത്ത മുഴുവൻ ആണും പെണ്ണും നരകത്തിലാണ് എന്ന് കാലഘട്ടത്തിൻ്റെ ചരിത്രം സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് 2 വരിയിൽ ഉൾക്കൊള്ളുന്ന സൂറത്തിലൂടെ അള്ളാഹ് പഠിപ്പിച്ചിരിക്കുകയാണ്. വല്ലസർ മനപ്പാടല്ലാത്ത ഒരൊറ്റ കുട്ടി ഇവിടെ ഉണ്ടാവില്ല. അതൊന്ന് ഓതി നോക്കി എന്താ അതിൻ്റെ അർത്ഥം. അതിന്ന് രക്ഷപ്പെടാനുള്ള 4 കണ്ടീഷനും എനിക്കുണ്ടോ എന്ന് ഞാൻ നോക്കുക, ഓരോരുത്തരും നോക്കുക. ഇല്ലെങ്കിൽ എന്താ അതിന് മറുപടി അറിയാൻ കണ്ടിക്കണമെന്ന് നോക്കുക. അപ്പം ഇത് ആവശ്യമാണ്. ഒമാലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. അപ്പം അത് തെറ്റ് കാണുന്നിടത്ത് പറയണം, പറയേണ്ടടുത്ത് പറയേണ്ട രൂപത്തിൽ നമ്മൾ പറയണം. നമ്മളെ കടമയാണ്. ഇവിടെ ദൂതന്മാരതാ പറയുന്നത്. നിങ്ങൾ ഞങ്ങളെ ദൂതന്മാർ ഇവരെ മുഖത്ത് നോക്കിയിട്ടല്ലേ പറയുന്നത്? കണ്ടില്ലേ നിങ്ങൾ? നമ്മളാണെങ്കിൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും.
നബിമാരുണ്ടോ? പോയിടാ ഇവിടുന്ന്, നിങ്ങൾ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാരല്ലാതെ എന്താ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയില്ല. താനിച്ച കള്ളത്തരങ്ങൾ പറയണത്, നുണയങ്ങൾ പറയണത്. റഹ്മാനായ റബ്ബ് ഇവിടെ ഒന്നും ഇറക്കിയിട്ടില്ല. അത് നിങ്ങൾ റസൂലാന്ന് പറഞ്ഞു വന്നിക്കണല്ലേ എന്നല്ലേ ആ പറഞ്ഞതിന്റെ മായന, അതിന്റെ അർത്ഥം അതല്ലേ? അത് കേട്ടിട്ടും നബിമാര് സഹനത്തോടെ പറയുന്നത് എന്താ? നിങ്ങൾ എന്ത് പറഞ്ഞാലും വിരോധമല്ല. റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. അത് ഞങ്ങൾ എത്തിച്ചു, ഇനി ബാക്കിയൊക്കെ നിങ്ങളെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനുള്ളത് കേൾപ്പിച്ചു, അത്രേ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളൂ. ഞങ്ങൾ ഈ പറഞ്ഞതിലേക്ക് നിങ്ങളെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് നിങ്ങളെ മനസ്സൊക്കെ കൂടി ക്ലിയറാക്കി കൊണ്ടുവരേണ്ട ഡ്യൂട്ടിയൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല എന്ന് ആ ദൂതന്മാർ ഈ നാട്ടുകാരോട് പറഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിന് ഇനി ആ നാട്ടുകാർ കൊടുക്കുന്ന മറുപടിയാണ് അടുത്ത 2 ആയത്തുകളിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിവരിക്കണം, അത് കുറച്ച് വിശദീകരിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമികമായ കാര്യങ്ങളെ യഥോചിതം യഥാർത്ഥമായ നിലക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുമുള്ള ഒരു തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രോഗികളുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.